ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ചെറിയ ഒരു ബാത്റൂം എന്നാൽ ലോ ക്വാളിറ്റി വരുന്ന, അതായത് ലോ കോസ്റ്റിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു ബാത്റൂം നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാവുന്ന ഡീറ്റെയിൽസാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആദ്യമേ തന്നെ നമുക്ക് വരുന്നത് ടോട്ടൽ വരുന്നത് നമുക്ക് ആദ്യം വാഷ് ബേസിൻ്റെ ഏരിയ, പിന്നെ ക്ലോസറ്റിൻ്റെ ഏരിയ, പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഏറ്റവും അറ്റത്തായിട്ട് നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ കുളിക്കുന്ന ഏരിയ. അപ്പോൾ വാഷ് ബേസിൻ്റെ ഏരിയ നമുക്ക് മിനിമം വേണ്ടത് ഒരു 60 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. 60 സെൻറ്റിമീറ്റർ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ല വാഷ് ബേസിൻ്റെ ഏരിയ. അതിനുശേഷം വീണ്ടും തൊട്ടുപുറത്തേക്ക് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ ഒരു 90 സെൻറ്റിമീറ്റർ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ അപ്പുറത്തേക്ക് നമുക്ക് കുളിക്കുന്ന ഏരിയ 1 മീറ്റർ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. 100 സെൻറ്റിമീറ്റർ കിട്ടാത്തതാണ് നല്ലത്. ഇനി അതല്ല, നമുക്കൊരു 90 സെൻറ്റിമീറ്റർ കിട്ടിയാലും ഓക്കെയാണ്. അപ്പോൾ 90 സെൻറ്റിമീറ്റർ കുളിക്കുന്ന ഏരിയ, 90 സെൻറ്റിമീറ്റർ നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഏരിയ, ടോയ്ലറ്റിന് ഉദ്ദേശിച്ച നമ്മുടെ ബാത്റൂം ക്ലോസറ്റിൻ്റെ ഏരിയ, പിന്നെ 60 സെൻറ്റിമീറ്റർ നമുക്ക് വാഷ് ബേസിൻ്റെ ഏരിയ. ഇങ്ങനെയാണ് നമുക്ക് നോർമൽ ലെവലിൽ വരുന്നത്. അപ്പോൾ നമുക്ക് കുളിക്കുന്ന ഏരിയയുടെ സെൻട്രലായിട്ട് നമ്മൾ ഷവർ വാൽവാണ് കൊടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം ഒരു നോർമൽ കോസ്റ്റ് വരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ യൂറോപ്യൻ ക്ലോസറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. യൂറോപ്യൻ ക്ലോസറ്റ് നമ്മളിടുന്ന സമയത്ത്, അതായത് താഴെ നിന്നും, അതായത് നമ്മുടെ ഫ്ലോറിൽ നിന്നും വരുന്ന രീതിയിലാണ് അതിൻ്റെ പൈപ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൈപ്പ് ഇടുന്ന സമയത്ത് ഭിത്തിയിൽ നിന്നും ഒരു 8 ഇഞ്ച് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ പൈപ്പിൻ്റെ സെൻറ്ററോ അല്ലെങ്കിൽ എൻഡ് കിട്ടാവുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഷവർ വാൽവ് നമ്മളൊരു 120 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ കൊടുത്തു. അത് ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ 7 അടി ഹൈറ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഷവർ കൊടുക്കേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ റെയിൻ ഷവർ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മളിപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അകലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു 8 ഇഞ്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. 8 ഇഞ്ച് ഭിത്തിയിൽ നിന്നും നമ്മുടെ പൈപ്പിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ നമ്മൾ എൻഡ് ആണെങ്കിലും കൊടുത്താലും വിഷയമില്ല. ഓവറായിട്ട് നമ്മൾ അകന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും നമ്മുടെ ബാത്റൂമിൻ്റെ അല്ലെങ്കിൽ പറയുന്ന ക്ലോസറ്റ് സെൻറ്ററിലേക്ക് നീങ്ങി വരാൻ അത്രയും സ്പേസ് നമുക്ക് കുറയും. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പെഡസ്റ്റൽ ടൈപ്പാണ്. പെഡസ്റ്റൽ ടൈപ്പ് ഹാഫ് പെഡസ്റ്റൽ വരാവുന്ന രീതിയിലുള്ള വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആംഗിൾ കോക്ക്, അതിൻ്റെ വേസ്റ്റ് പൈപ്പ് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് 34 ഇഞ്ചാണ് നമ്മുടെ വാഷ് ബേസിൻ്റെ ടോപ്പ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ നിൽക്കണമെങ്കിൽ ഏകദേശം ഒരു 23 ഇഞ്ചിൽ നമ്മൾ വാഷ് ബേസിൻ്റെ ഈ പറയുന്ന വേസ്റ്റ് പൈപ്പ്, അതുപോലെ തന്നെ വെള്ളത്തിന് വരുന്ന പൈപ്പ് കാര്യങ്ങൾ, ആംഗിൾ കോക്ക് നിൽക്കാവുന്നെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ 34 ഇഞ്ചിൽ വാഷ് ബേസിൻ്റെ ടോപ്പും അതിൻ്റെ അകത്ത് വരുന്ന ഫിറ്റിങ്സുകൾ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 60 സെൻറ്റിമീറ്റർ നമ്മൾ ഈ പറയുന്ന ലെവലിൽ വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തു. തൊട്ടപ്പുറത്ത് 90 സെൻറ്റിമീറ്ററാണ് നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്ത്. പിന്നെ അങ്ങേയറ്റത്തേക്ക് നമ്മളൊരു 90 സെൻറ്റിമീറ്ററാണ് കുളിക്കുന്ന ഏരിയ കൊടുത്തത്. കുളിക്കുന്ന ഏരിയ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നമ്മൾ ആ കുളിക്കുന്ന ഏരിയ വേണമെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ 1 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ താത്തിയിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് വേണ്ടി 2 സ്റ്റെപ്പായിട്ട് ചെയ്യാം. അപ്പോൾ വെള്ളം നമ്മൾ കുളിക്കുന്ന സമയത്തുള്ള വെള്ളം ഓവറായിട്ട് ഇങ്ങേറ്റത്തേക്ക് കയറി വരാത്ത രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, ഒറ്റയടിക്ക് ചെയ്താലും വിഷയമില്ല. ഒന്നിച്ച് കിടക്കുകയാണെങ്കിലും കുഴപ്പങ്ങളോ വിഷയങ്ങളോ കാര്യങ്ങളോ ഒറ്റയായിട്ട് ചെയ്യുകയാണെങ്കിലും അങ്ങനെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ലോ കോസ്റ്റിൽ, അതായത് നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെ നമുക്കൊരു ബാത്റൂം സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക. എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.